എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്ത് ചില ഉദയങ്ങളുണ്ട്, അത് വെറും തിരിച്ചുവരവുകളല്ല, മറിച്ച് തങ്ങളെ എഴുതിത്തള്ളിയവർക്കുള്ള ഇടിമുഴക്കങ്ങളാണ്. സഞ്ജു സാംസൺ എന്ന പേര് വീണ്ടും മൈതാനങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. 3 കളികൾ 3 ചെറിയ സ്കോറുകൾ. സഞ്ജുവിന്റെ കഥ കഴിഞ്ഞു എന്ന് വിധിയെഴുതിയവർക്ക് മുന്നിലേക്ക് മഞ്ഞക്കുപ്പായത്തിൽ ഒരു സുനാമി കണക്കെ സഞ്ജു ആഞ്ഞടിച്ചിരിക്കുന്നു. ഡൽഹിക്കെതിരെ ചെപ്പോക്കിനെ സാക്ഷിയാക്കി സഞ്ജു നടത്തിയ ആ മാസ്മരിക സെഞ്ചുറി കേവലം ഒരു ഇന്നിംഗ്സ് മാത്രമല്ല, അത് ചെന്നൈയുടെ പുതിയ തലൈവന്റെ സിംഹാസനാരോഹണം കൂടിയാണ്. വിമർശകർക്ക് ബാറ്റുകൊണ്ട് മറുപടി നൽകുന്ന സഞ്ജു ശൈലി നമ്മൾ മുൻപും പലതവണ കണ്ടിട്ടുണ്ട്. എന്നാൽ മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈയുടെ സ്വന്തം ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സഞ്ജു ഇന്ന് നടത്തിയ പ്രകടനം ക്രിക്കറ്റ് ലോകം എന്നും ഓർത്തിരിക്കാൻ പോകുന്ന ഒന്നാണ്. IPL 2026 ആദ്യ 3 മത്സരങ്ങളിലും യഥാക്രമം 6, 7, 9 എന്നിങ്ങനെ ചെറിയ സ്കോറുകൾക്ക് പുറത്തായപ്പോൾ സഞ്ജുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുവന്നത്. സഞ്ജുവിന് ചെന്നൈ ടീമിൽ നിലയുറപ്പിക്കാൻ കഴിയില്ലെന്നും ഈ ടീമിലെ സമ്മർദ്ദം താങ്ങാൻ സഞ്ജുവിന് കഴിയില്ലെന്നും വിധിയെഴുതിയവർക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കണ്ട ഈ അത്യുഗ്രൻ ഇന്നിംഗ്സ്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി പിന്നീട് ഡൽഹി ബൌളർമാരെ നിലംതൊടാതെ പറപ്പിക്കുന്ന സഞ്ജുവിനെയാണ് ഇന്ന് ഗാലറി കണ്ടത്. കേവലം 56 പന്തിൽ നിന്ന് 15 ഫോറുകളുടെയും 4 സിക്സറുകളുടെയും അകമ്പടിയോടെ പുറത്താകാതെ 115 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഓരോ ഷോട്ടിലും ആ പഴയ സഞ്ജു മാജിക് നിറഞ്ഞു നിന്നിരുന്നു. ഈ ഒറ്റ ഇന്നിംഗ്സിലൂടെ ഒരു പിടി റെക്കോർഡുകളും താരം തന്റെ പേരിലാക്കി മാറ്റി. IPLൽ 3 വ്യത്യസ്ത ടീമുകൾക്കായി സെഞ്ചുറി നേടുന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയതിനൊപ്പം T20 ക്രിക്കറ്റിൽ 400 സിക്സറുകൾ തികയ്ക്കുന്ന 4ാമത്തെ മാത്രം ഇന്ത്യൻ താരമെന്ന ഖ്യാതിയും ഇനി സഞ്ജുവിന് സ്വന്തമാണ്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും സൂര്യകുമാർ യാദവിനും ശേഷം ഈ നാഴികക്കല്ല് പിന്നിടുന്ന താരമെന്ന നിലയിൽ സഞ്ജു തന്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർത്തു. ബാറ്റിംഗിന്റെ ഒരു ഘട്ടത്തിൽ യുവതാരം ആയുഷ് മാത്രയുമായി ചേർന്ന് 2ാം വിക്കറ്റിൽ പടുത്തുയർത്തിയ 113 റൺസിന്റെ കൂട്ടുകെട്ടാണ് CSKയെ 212 എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചത്. T20യിൽ 8500 റൺസ് എന്ന വലിയ നേട്ടവും ഇതോടൊപ്പം അദ്ദേഹം പിന്നിട്ടു കഴിഞ്ഞു. ഈ തകർപ്പൻ പ്രകടനത്തിന് പിന്നാലെ സഞ്ജുവിനെ പ്രശംസിച്ച് സാക്ഷാൽ MS ധോണി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഈ തിരിച്ചുവരവ് താൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും പക്ഷേ ഇത്രയും മികച്ചതാകുമെന്ന് കരുതിയില്ലെന്നുമാണ് ധോണി പറഞ്ഞത്. സഞ്ജു എത്ര ഫ്ലോപ്പായാലും അവന്റെ തിരിച്ചുവരവ് അതിശക്തമായിരിക്കുമെന്ന് തനിക്കറിയാമായിരുന്നുവെന്നും താൻ ടീമിലില്ലെങ്കിൽ പോലും സഞ്ജു ടീമിലുണ്ടെങ്കിൽ അത് ചെന്നൈക്ക് വലിയ ആശ്വാസമാണെന്നും ധോണി വ്യക്തമാക്കി. ഭാവിയിൽ സഞ്ജു ചെന്നൈയുടെ ക്യാപ്റ്റൻ വരെ ആയേക്കും എന്ന വലിയ സൂചനയും ധോണി നൽകിയിട്ടുണ്ട്. ധോണിക്ക് പകരക്കാരൻ അത് സഞ്ജു തന്നെയാണെന്നും സഞ്ജു ടീമിലുണ്ടെങ്കിൽ ധോണി ഉള്ളതുപോലെയാണ് തങ്ങൾക്ക് തോന്നുന്നതെന്നും ആരാധകർ ഇപ്പോൾ വിശ്വസിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയിലെത്തിയ സഞ്ജുവിന് ചെപ്പോക്കിലെ ആരാധകർ നൽകിയ വലിയ സ്നേഹത്തിന് ഒരു മാസ്മരിക സെഞ്ചുറിയിലൂടെ തന്നെ അദ്ദേഹം നന്ദി പറഞ്ഞു കഴിഞ്ഞു. വരും മത്സരങ്ങളിലും സഞ്ജു ഇതേ ഫോം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ എന്ന പ്രതിഭയുടെ പോരാട്ടം ഇവിടെ തുടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ധോണിക്ക് ശേഷം ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തെ ആര് നയിക്കും എന്ന ചോദ്യത്തിന് ഇന്ന് ചെപ്പോക്കിന്റെ മൈതാനത്ത് കൃത്യമായ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. സഞ്ജുവിന്റെ ഈ മാസ്മരിക സെഞ്ചുറിയെക്കുറിച്ചും ധോണി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെക്കുറിച്ചും നിങ്ങൾക്കും ചിലത് പറയാനുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. സഞ്ജുവിന്റെ ഈ ഫോം വരും മത്സരങ്ങളിലും തുടരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.